ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. പലപ്പോഴും ദുഃഖാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ നമ്മുടെ മനസ്സിന് മാറ്റം വരുത്തുക ദുഃഖാനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ദുഃഖത്തിൽ നിന്നുമാണ് ഉത്കൃഷ്ടമായ പാഠങ്ങൾ പഠിക്കുവാൻ നമുക്ക് സാധിക്കുക. അതിനാൽ ജീവിതത്തിൽ നമുക്ക് വന്നു ചേരുന്ന ദുഃഖങ്ങളെ നാം ഒരിക്കലും അവജ്ഞയോടുകൂടി വീക്ഷിക്കാതെ അതിന് വേണ്ടതുപോലെ വിചിന്തനം ചെയ്ത് ഉൾക്കൊള്ളാൻ പഠിക്കുകയാണ് വേണ്ടത്. നാം ഈ ദേഹത്തിലും ഇന്ദ്രിയ വിഷയങ്ങളിലും മാത്രം ഭ്രമിച്ച് അഹങ്കരിച്ച് കഴിയുമ്പോൾ നമുക്ക് സത്യം എന്തെന്ന് അറിയാൻ കഴിയുന്നില്ല. ആയുസ്സാണെങ്കിലോ ചാണക്കി വെച്ച കത്തി പോലെ തേഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവസാനം നാം ഒന്നും നേടാനാവാതെ നിരാശരും ദുഃഖിതരുമായി നാം യവനികയ്ക്കുള്ളിൽ മറഞ്ഞു പോകുന്ന ദയനീയമായ കാഴ്ച നമുക്ക് കാണാം. എന്നാൽ ജീവിതത്തിൽ ദുഃഖാനുഭവങ്ങൾ വരികയാണെങ്കിൽ ആ ദുഃഖാനുഭവത്തിൽ നിന്നും ജീവിതത്തിൻ്റെ ക്ഷണികാവസ്ഥയെക്കുറിച്ച് നാം വിചിന്തനം ചെയ്യാനുള്ള അവസരമുണ്ടാകുന്നു. അതുകൊണ്ട് ദുഃഖത്തെ നമ്മൾ കൂരിരുട്ടിലെ നേരിയ ഒരു ഇടിമിന്നൽ പോലെ, മിന്നലിലുള്ള വെളിച്ചം പോലെ കാണണം. അതുകൊണ്ട് പറയുന്നു, ഉൾക്കാമ്പരിക്കിലും ദുഃഖം നമ്മിൽ ഉത്കൃഷ്ടഭാവം തെളിക്കും. അന്ധകാരത്തിലെ കൈത്തിരി വെട്ടമാണന്തരംഗത്തിലെ ദുഃഖം. എത്ര നല്ല ഒരു ഉപമയാണിത്! എത്ര ഉത്കൃഷ്ടമായ തത്വമാണ് നമുക്കിതിലൂടെ വെളിവാക്കി തരുന്നത്. ഉൾക്കാമ്പരിക്കിലും ദുഃഖാനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ വളരെയധികം വേദന ഉളവാക്കുന്നതാണ്. ഇനി ജീവിക്ക തന്നെ വേണ്ട എന്ന് പോലും ചില ദുഃഖം വരുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ജീവിതത്തിൻ്റെ ക്ഷണികാവസ്ഥയെ കാട്ടിത്തരുന്നതാണ് ദുഃഖാനുഭവം. ഉൾക്കാമ്പരിക്കിലും ദുഃഖം നമ്മുടെ ഉൾക്കാമ്പിനെ, അതായത് മനസ്സിനെ എരിയിക്കുന്നതാണ് ദുഃഖം എങ്കിലും നമ്മിൽ ഉത്കൃഷ്ടഭാവം തെളിക്കും. നമുക്ക് ജീവിതത്തിൽ ഒരു പുനർവിചിന്തനം ചെയ്യാനുള്ള അവസരം ദുഃഖത്തിലൂടെ സാധിക്കുന്നു. ഉൾക്കാമ്പരിക്കിലും ദുഃഖം നമ്മിൽ ഉത്കൃഷ്ടഭാവം തെളിക്കും. ഉത്കൃഷ്ടമായ ഒരു ഭാവത്തിലേക്ക് നമ്മെ എത്തിക്കാൻ ഈ ദുഃഖാനുഭവങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഏതുപോലെ അന്ധകാരത്തിലെ കൈത്തിരി വെട്ടമാണ് അന്തരംഗത്തിലെ ദുഃഖം. നല്ല കൂരാക്കൂരിരുട്ട്, നമുക്ക് നമ്മുടെ വീട്ടിലെത്തിച്ചേരാൻ വഴി അറിയുന്നുമില്ല. വഴിയിൽ എന്തൊക്കെയാണുള്ളത് എന്ന് അറിയാൻ വിഷമിക്കുമ്പോൾ ഒരു ഇടിമിന്നൽ പോലെ ഒരു വെളിച്ചമുണ്ടായി, അല്ലെങ്കിൽ ചെറിയ ഒരു വെളിച്ചം, കൈത്തിരി വെട്ടം ഉണ്ടായി. നമ്മുടെ കയ്യിൽ ഒരു ചെറിയ വെളിച്ചം, ഒരു തിരി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കാലിന് മുന്നിൽ കാണുന്ന കുണ്ടും കുഴിയും തിരിച്ചറിഞ്ഞ് അവയിൽ വീണ് നാം കഷ്ടത അനുഭവിക്കാതെ മുന്നോട്ട് നീങ്ങാൻ ഈ കൈത്തിരി വെട്ടം സഹായിക്കുന്നു. അതുപോലെയാണ് ജീവിതത്തിൽ മുന്നേറാൻ നമുക്ക് വന്നു ചേരുന്ന ദുഃഖങ്ങളെ ഒരു കൈത്തിരി വെട്ടം പോലെ വേണം നമ്മൾ കാണാൻ. ഒരു കൈത്തിരിയിൽ എത്ര വെളിച്ചമുണ്ടോ അത്രയും വെളിച്ചം. പക്ഷേ നമ്മുടെ മുന്നിലെ വിപത്തിനെ കാണാൻ ആ വെളിച്ചത്തിന് സാധിക്കുന്നതാണ്. അപ്രകാരം കൂരാക്കൂരിരുട്ടിൽ ഒരു ചെറിയ കൈത്തിരി വെട്ടം കിട്ടിയാൽ ഉണ്ടാകുന്ന ആശ്വാസം പോലെയാണ് നമുക്ക് ഉൾക്കാമ്പരിക്കുന്ന ദുഃഖം നമ്മുടെ ജീവിത പാതയിൽ പ്രകാശമാനമായി തീരുന്നത്. ഉൾക്കാമ്പരിക്കിലും ദുഃഖം നമ്മിൽ ഉത്കൃഷ്ടഭാവം തെളിക്കും. അന്ധകാരത്തിലെ കൈത്തിരി വെട്ടമാണ് അന്തരംഗത്തിലെ ദുഃഖം. നമ്മുടെ അന്തരംഗത്തിൽ വന്നു ചേരുന്ന ദുഃഖം അന്ധകാരത്തിലുള്ള ഒരു കൈത്തിരി വെട്ടം പോലെ ഉപകാരപ്രദമാണ് എന്ന് നാം ആ ദുഃഖത്തെ വിചിന്തനം ചെയ്ത് അതിനെ സ്വാഗതം ചെയ്യേണ്ടതാണ്.
ആ ദുഃഖം വരുമ്പോൾ എനിക്കിങ്ങനെ ദുഃഖം തന്നല്ലോ എന്ന് പറഞ്ഞ് പരിഭവിക്കുന്നതിന് പകരം ആ ദുഃഖത്തെ ഒരനുഗ്രഹമായി വീക്ഷിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഈ സുഭാഷിത രത്നത്തെ നമ്മൾ വീണ്ടും വീണ്ടും മനനം ചെയ്ത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുകയും നമുക്ക് ദുഃഖം വരുമ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഓർമ്മിക്കുമ്പോൾ ആ ദുഃഖത്തെ നമുക്ക് ഉപകാരമാക്കി മാറ്റുവാൻ സാധിക്കുന്നതാണ്. എല്ലാം നല്ലതിന് വേണ്ടിയാണ് എന്ന ഒരു ഭാവം നമ്മളിൽ വരുത്തി തീർക്കുന്നതാണ്. ഈശ്വരൻ നിഷ്ഠുരനല്ല. നമ്മെ നന്നാക്കിയെടുക്കാൻ ഏതെല്ലാം സാഹചര്യങ്ങളിൽ കൂടി നമ്മെ സഞ്ചരിപ്പിച്ചാലാണോ ആ നന്മയിലേക്ക് നമ്മെ നയിക്കാൻ സാധിക്കുന്നത്, ആ വഴിയിലൂടെ നമ്മെ നയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നാം വീണ്ടും വീണ്ടും മനനം ചെയ്ത് ഉറപ്പിക്കണം. ഉൾക്കാമ്പരിക്കലും ദുഃഖം നമ്മിൽ ഉത്കൃഷ്ടഭാവം തെളിക്കും. അന്ധകാരത്തിലെ കൈത്തിരി വെട്ടമാ അന്തരംഗത്തിലെ ദുഃഖം.